ഇൻവെർട്ടർ ബൈയിങ് ഗൈഡ് 2025 നമ്മൾ സാധാരണ വർഷങ്ങളിൽ ചെയ്യുന്ന പോലെ ഈ ഇൻവെർട്ടർ ബൈയിങ് ഗൈഡ് വീഡിയോ ഇത്തവണ 20-30 മിനിറ്റിൽ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടെക്നോളജികൾ മാറി, അതുപോലെ ആൾക്കാരുടെ ആവശ്യങ്ങൾ മാറി, അതുപോലെ ഫ്യൂച്ചർ കറണ്ട് ബില്ലിനെ കുറിച്ചുള്ള കൂടുതൽ പേടികൾ ആൾക്കാർക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചാണ് ഇപ്പോൾ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇൻവെർട്ടർ ബൈയിങ് ഗൈഡ് വീഡിയോ നമ്മൾ 3-4 ഭാഗങ്ങളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടറും ബാറ്ററി എടുക്കാൻ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു കസ്റ്റമർക്ക് ഉണ്ടാവുന്ന കോമൺ ആയ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരു ഷോറൂമിൽ എത്തിയാൽ ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ ലെഡ് ആസിഡ് ബാറ്ററി ഇൻവെർട്ടർ എടുക്കണോ, ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ എടുക്കണോ? ഏറ്റവും അധികം കൺസ്യൂമേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല, മാർക്കറ്റിൽ ലിഥിയം അത്രയും സ്പ്രെഡ് ആയിട്ടില്ല, പക്ഷേ ഏറ്റവും അധികം കൺസ്യൂമേഴ്സ് ചോദിക്കുന്നത് ഈ ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരമായിട്ട് ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ബാറ്ററി മെയിൻറ്റെയിൻസ് ചെയ്യാൻ പഴയ പോലെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ വെള്ളം ഒഴിക്കാനൊന്നും താല്പര്യമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാലം എടുക്കുന്ന ഇൻവെർട്ടറും ബാറ്ററിയാണ് വേണ്ടത്. നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ല, ബഡ്ജറ്റും വിഷയമല്ല എങ്കിൽ നിങ്ങൾക്ക് ലെഡ് ആസിഡ് ബാറ്ററിക്ക് വരെ ലിഥിയം ബാറ്ററികൾ വെച്ചിട്ടുള്ള ഇൻവെർട്ടറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ധൈര്യമായിട്ട് എടുക്കുക. നല്ല റെപ്യൂട്ടഡ് ആയ ബ്രാൻഡുകളുടെ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററികൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ലിഥിയം നല്ലത് തന്നെയാണ്, ലെഡ് ആസിഡ് ബാറ്ററി നല്ലത് തന്നെയാണ്. രണ്ടും രണ്ട് ടെക്നോളജി ആണെങ്കിലും ലെഡ് ആസിഡ് ബാറ്ററി ഒരു പ്രൂവൺ ടെക്നോളജിയാണ്, വർഷങ്ങളായിട്ട് നമുക്ക് ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയ ഒരു ടെക്നോളജിയാണ്. പക്ഷേ ലിഥിയം ബാറ്ററി കൂടുതലായിട്ട് കയറി വരാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് മെയിൻ്റനൻസ് തീരെ വരുന്നില്ല, കൂടാതെ നമുക്ക് വലിയൊരു ബാറ്ററി ലൈഫും മുന്നോട്ട് കിട്ടുന്നതെന്നാണ് ലിഥിയം ബാറ്ററി കുറച്ചും കൂടെ മേന്മയായിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി വേണോ ലിഥിയം ബാറ്ററി വേണോ എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. അടുത്തതായിട്ട് കൺസ്യൂമർ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് എത്ര കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടറും ബാറ്ററിയും എടുക്കണം? അതായത് അതിനുള്ള ഉത്തരം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോം ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബാറ്ററിയും ഇൻവെർട്ടറും വരും. അതിൽ ബാറ്ററിയുടെ കടമ എന്ന് പറയുന്നത് എത്രത്തോളം മണിക്കൂറുകൾ നമുക്ക്, എത്രത്തോളം സമയം നമുക്ക് ബാക്കപ്പ് ലഭിക്കണം എന്നാണ് ബാറ്ററിയുടെ കടമ. ഇൻവെർട്ടറിന്റെ കടമ പറയുന്നത് എത്രത്തോളം ഉപകരണങ്ങൾ, എത്രത്തോളം വാട്ട്സ് ഉള്ള ഉപകരണങ്ങൾ വർക്ക് ചെയ്യണമെന്നാണ് ഇൻവെർട്ടറിന്റെ കടമ. ഇപ്പോൾ ഇത് രണ്ടും ചേർന്നാണല്ലോ ഹോം UPS. അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ബാക്കപ്പ് വേണമെന്നാണ്. അതായത് നമുക്കിപ്പോൾ സിംഗിൾ ബാറ്ററി, ഒരു ബാറ്ററിയിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി സൈസ് എന്ന് പറയുന്നത് ഒരു 200 AH വരെയൊക്കെയാണ് ആവറേജ് നല്ല ഒരു പവർ കൂടിയ ബാറ്ററി ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം എത്രത്തോളം ബാക്കപ്പ് നമുക്ക് ലഭിക്കും നമുക്ക് ചോദിക്കും പൊതുവേ കസ്റ്റമർ. ഇപ്പം ഞാനവിടെ പറയുന്നതാണ്, നമ്മൾ 2-3 ബെഡ്റൂമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പൊതുവേ അധികം കറണ്ടൊന്നും പോകാത്ത സ്ഥലങ്ങളാണെങ്കിൽ കേരളത്തിൽ 90% കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്നത് 150 AH ബാറ്ററിയാണ്. ഒരു 150 AH ബാറ്ററിയിൽ പൊതുവേ നോർമൽ ഒരു 2-3 ഫാനൊക്കെ ആണെങ്കിൽ കുറച്ച് ലൈറ്റുകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂറൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഒരു 2 ഫാനൊക്കെ ഉപയോഗിക്കുന്ന വീടുകളാണെങ്കിൽ ഒരു 10-12 മണിക്കൂർ വരെ 2 നോർമൽ ഫാനുകൾ ഇന്ന് 150 AHന്റെ നല്ലൊരു ട്യൂബൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യും. ഈ ഒരു ബാക്കപ്പ് നിങ്ങൾക്ക് മതിയെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ, ഇപ്പം 2 ഫാൻ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിൽ 4 ഫാനിലേക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചു വരുന്നത് അവർക്ക് 200 AHലേക്ക് മാറുക. അപ്പോൾ എന്താവും, ഈ 4 ഫാൻ ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ ബാക്കപ്പ് ഈ ഒരു 10 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് 200 AH ബാറ്ററി ലഭിക്കുന്നതാണ്. പക്ഷേ ചിലവർക്ക് ഇതിലും മതിയാവാതെ ബാക്കപ്പ് വരും. ഇപ്പം 4 ഫാന്, ചിലവർ പറയും എനിക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് കറണ്ട് പോയാലും ബാക്കപ്പ് വേണം, അത് 2 ദിവസമൊക്കെ കറണ്ട് പോകുന്ന സ്ഥലങ്ങളാണെന്നൊക്കെ പറയുന്നവർക്ക് ഡബിൾ ബാറ്ററി ഇൻവെർട്ടറിലേക്ക് നിങ്ങൾ നീങ്ങുക. സിംഗിൾ ബാറ്ററിയിലോട്ട് നിങ്ങൾക്ക് മതിയാകത്തില്ല. അപ്പോൾ അതിൽ വലിയ ബാക്കപ്പ് വേണം. ലൈറ്റ് ഫാനൊന്നും പോരാ, മിക്സി അങ്ങനത്തെ ചെറിയ ലോഡുകൾ പോരാ, നമുക്ക് AC വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മോട്ടോർ വർക്ക് ചെയ്യണം. അങ്ങനെ വലിയ ലോഡുകൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ബാറ്ററികളുള്ള ഇൻവെർട്ടർ ബാറ്ററി സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈറ്റ്, ഫാൻ, TV, മിക്സി പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ബാറ്ററി ഇൻവെർട്ടർ മതിയാവും. ഒരു 150-200 AHന്റെ ബാറ്ററി എടുക്കുക, അതിന് ഈക്വലൻ്റ് ആയ ഒരു ഇൻവെർട്ടറും സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ബാറ്ററി കാര്യത്തിൽ ഏകദേശം നിങ്ങൾക്ക് ബാക്കപ്പും ബാറ്ററിയുടെ AH ഏകദേശം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. മുമ്പൊക്കെ ഞാനൊക്കെ ഈ ഫീൽഡിൽ വന്ന കാലത്ത് ഒരു 4 ബെഡ്റൂമിലെ വീട് എന്ന് പറഞ്ഞാൽ മാക്സിമം കൂടിപ്പോയാൽ ഒരു 6 ട്യൂബ് ലൈറ്റ്, ഒരു 4 ഫാൻ, ഇതായിരിക്കും ഉപയോഗം സാധാരണ ലൈറ്റ് ഫാനിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. വീടുകളുടെ രൂപത്തിലൊക്കെ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇന്ന് പറയുന്നത് ഫോൾ സീലിംഗ് ചെയ്ത വീടുകളിലൊക്കെ ആണെങ്കിൽ ഒറ്റ സ്വിച്ചിൽ തന്നെ 4-5 ബൾബുകൾ പ്രകാശിക്കും. അതുപോലെ ഫാനുകൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് BLDC ഫാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വാട്ട്സ് കുറവാണ്. അതിന് ഇരട്ടിയായിട്ട് ഇപ്പം CCTV, അതുപോലെ തന്നെ വൈഫൈ മോഡം, ഒരു 4-5 ഫോണില്ലാതെ വീടുകളില്ല.
അപ്പോൾ ഇതൊക്കെ ലോഡുകളായിട്ട് വരും. അതായത് CCTV ആയാലും ഫോണായാലും ഒക്കെ അതൊരു ലോഡ് തന്നെയാണ്. അപ്പോൾ ഇൻവെർട്ടർ നമുക്ക് ഒരേ സമയത്ത് എത്രത്തോളം ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്നനുസരിച്ചിട്ടാണ് ഇൻവെർട്ടറിൻ്റെ വാട്ട്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു 4 ഫാൻ ഉപയോഗിക്കുന്ന വീട് പ്ലസ് കുറച്ച് ലൈറ്റൊന്നും മാത്രം പറയാതെ 4 ഫാനിന് 4 ഫാനിൻ്റെ കറണ്ടും എത്രത്തോളം ലൈറ്റ് ഉണ്ട് നോക്കിയിട്ട് ആ ലൈറ്റിന് എത്രത്തോളം വാട്ട്സ് വരുന്നു നോക്കി അതിന് ഈക്വലൻ്റായ ലോഡുള്ള ഇൻവെർട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒന്നിച്ച് CCTVയുടെയും മൊബൈലിൻ്റെ ഒക്കെ പവർ കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇന്ന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു 2, 3, 4 ബെഡ്റൂമിലെ വീടാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു 2 ബെഡ്റൂമോ അല്ലെങ്കിൽ 3 ബെഡ്റൂമോ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു 1000 അല്ലെങ്കിൽ 900 വാട്ട്സ് ലോഡ് എടുക്കുന്ന ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുക. അതായത് ഇന്ന് മാർക്കറ്റിലൊക്കെ 1250 1550 ഇടയിലുള്ള ഇൻവെർട്ടേഴ്സാണ് 900 വാട്ട്സ് ഒക്കെ ലോഡ് എടുക്കുന്ന ഇൻവെർട്ടേഴ്സ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2, 3 ബെഡ്റൂം ഉപയോഗിക്കുന്ന വീടുകളാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുക. ഇനി നേരെ തിരിച്ച് നിങ്ങളൊരു 4 ബെഡ്റൂമിലെ വീടാണ്, 4 ബെഡ്റൂമിലും ഒരേ സമയത്ത് രാത്രികാലങ്ങളിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതേ സമയത്ത് CCTV വർക്ക് ചെയ്യണം, അതേ സമയത്ത് മോഡംസ് വർക്ക് ചെയ്യണം, അതേ സമയത്ത് റിമോട്ട് ഓട്ടോമേഷൻ ഗേറ്റ് വർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരേ സമയത്ത് കൂടുതൽ ലോഡ് വർക്ക് ചെയ്യണം എന്നുള്ള സാഹചര്യം ഉള്ളവരാണെങ്കിൽ സിംഗിൾ ബാറ്ററി തന്നെ ഏറ്റവും കൂടുതൽ വാട്ട്സ് ഉള്ള ഇൻവെർട്ടർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അത് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. ഏകദേശം 1200 വാട്ട്സ് വരെ സിംഗിൾ ബാറ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻവെർട്ടറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഷോർട്ട് ടൈമിലേക്ക് അത്രയും വാട്ട്സ് ഉപയോഗിക്കുന്നതിന് വലിയ തെറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് 1200 വാട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡബിൾ ബാറ്ററി 3 ബാറ്ററി ഉള്ള ഇൻവെർട്ടറിലേക്ക് മാറാം. പക്ഷെ നിങ്ങൾക്ക് താൽക്കാലിക ആവശ്യമാണ് ഒരു 4 ഫാൻ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള ഉപകരണങ്ങളും വേണമെന്ന് പറയുന്നത് താൽക്കാലികമാണെങ്കിൽ അത് സിംഗിൾ ബാറ്ററി ഉള്ള ഏറ്റവും വാട്ട്സ് കൂടിയ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, മൂന്നാമതായിട്ട് എല്ലാ കൺസ്യൂമേഴ്സും ചോദിക്കുന്ന വേറൊരു സംശയമാണ് ഏത് ഇൻവെർട്ടറും ബാറ്ററി എടുക്കണം. ഞാൻ പൊതുവേ അവരോട് ഇന്ന ബ്രാൻഡ് എടുത്തോ ഇന്ന ബ്രാൻഡ് നല്ലതാണ് പൊതുവേ പറയാറില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അവരോട് പറയൽ ഇങ്ങനെയാണ്, നിങ്ങൾ ഏത് ബ്രാൻഡ് ഇൻവെർട്ടർ ബാറ്ററികൾ എടുത്താലും മാക്സിമം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കിട്ടുന്ന ബാറ്ററി വാങ്ങിക്കുക. ബാറ്ററി പുറമേ കാണുന്ന വാറണ്ടി നോക്കി വാങ്ങിക്കാതെ ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെന്റ് കിട്ടുന്ന റെപ്യൂട്ടഡ് ആയ ബ്രാൻഡിന്റെ ഇൻവെർട്ടർ ബാറ്ററിയും വാങ്ങിക്കുക. അതിൽ ബാറ്ററിക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും ഇൻവെർട്ടേഴ്സിന് ഓൺസൈറ്റ് സർവീസ് വാറണ്ടിയും ലഭിക്കുക. പൊതുവേ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ഓൺസൈറ്റ് സർവീസ് വാറണ്ടി കിട്ടുന്ന ബ്രാൻഡുകൾ തന്നെ മാക്സിമം വാങ്ങിക്കുക. കൂടാതെ ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കിട്ടുന്ന ബാറ്ററികളും വാങ്ങിക്കുക. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു റെപ്യൂട്ടഡ് ആയ ബ്രാൻഡും എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വർഷങ്ങളോളം ഉപയോഗിക്കാം. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇൻവെർട്ടർ ബാറ്ററി മുകളിൽ കാണുന്ന വാറണ്ടി നോക്കിയിട്ട് വാങ്ങിക്കാൻ പോയാൽ ചിലപ്പോൾ വാറണ്ടി കൂടുതലുണ്ടാവും, റീപ്ലേസ്മെന്റ് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൂടി ബാറ്ററികൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ബ്രാൻഡിന്റെ കാര്യത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് ഒരാളുടെ ചോയ്സ് ആണ്. ഒരു ബ്രാൻഡും പരിപൂർണമായിട്ടും എല്ലാ കൺസ്യൂമേഴ്സും ഹാപ്പി ആയിരിക്കില്ല. കുറച്ച് ആൾക്കാർ ഒരു ബ്രാൻഡിൽ ഹാപ്പി ആയിരിക്കും, കുറച്ച് ആൾക്കാർ വേറെ ബ്രാൻഡിൽ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കൺസ്യൂമറും ഹാപ്പിയായ ഒരു ബ്രാൻഡുകളും ഇന്ന് ഇന്ത്യയിൽ വിൽക്കുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ബ്രാൻഡിൻ്റെ കാര്യത്തിൽ ഞാൻ എത്ര കാര്യങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള ബ്രാൻഡുകൾ വാങ്ങിക്കാം. ഈ 3 കാര്യത്തിന് ഉത്തരം നൽകിയാലൊന്നും ഒരു കൺസ്യൂമേഴ്സും ഹാപ്പി ആവില്ല എന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് C10 ബാറ്ററി, അതുപോലെ കോപ്പർ വൈൻഡിങ്, അതുപോലെ ലോക്കൽ മെയ്ഡ് ഇൻവെർട്ടർ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കസ്റ്റമേഴ്സിനുണ്ടാവും. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ 3 സംശയത്തിൻ്റെ ഉത്തരങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്ന എൻ്റെ ഒരു ധാരണ. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഏകദേശം എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് 7th ഡേ നമ്മൾ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ നമ്മൾ C10 C20 കോപ്പർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായി ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ ലിഥിയത്തിൻ്റെ തന്നെ കുറേ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ള ഇൻവെർട്ടറുകൾ മാർക്കറ്റിൽ വരാൻ പോകുന്നുണ്ട്. ഒരു വിത്തിൻ 2 വീക്സിനടുത്ത് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഈ മാസം തന്നെ ലോഞ്ചിങ്ങിലുള്ള കുറച്ച് ഇൻവെർട്ടർ മോഡലുകളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ പരിചയപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബൈ.